ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയെക്കുറിച്ചുള്ള SITയുടെ അന്വേഷണം ഏതാണ്ട് നിലച്ചിരിക്കുകയാണ്. 90 ദിവസം കഴിഞ്ഞിട്ടും പ്രാഥമിക കുറ്റപത്രം പോലും കൊടുക്കാതെ, കുറ്റപത്രം കൊടുത്തില്ല, പ്രാഥമിക കുറ്റപത്രം പോലും കൊടുക്കാതെ പ്രതികൾ ഒന്നൊന്നായി ജയിലിലിറങ്ങിയാണ്. എല്ലാം ജയിലിൽ നിന്നിറങ്ങിയാണ്. 3 പേര് ജയിലിൽ നിന്നിറങ്ങിയാണ്. അടുത്തത് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് ജയിലിൽ നിന്നിറങ്ങുന്നത്. അതോടൊപ്പം തന്നെ CPM നേതാക്കളായ 3 പേരും ജയിലിൽ നിന്നിറങ്ങും. അപ്പൊ ഇവരെ എല്ലാവരെയും ജയിലിൽ നിന്നിറക്കാൻ അന്വേഷണം മരവിപ്പിച്ച് കുറ്റപത്രം കൊടുക്കാതെ, പ്രാഥമികമായ കുറ്റപത്രം കൊടുക്കാതെ SIT അന്വേഷണം നിലച്ചിരിക്കുന്ന ഗുരുതരമായ സാഹചര്യമാണ്. ഇതുവരെ തെളിവുകൾ പലതും കിട്ടിയിട്ടില്ല. പത്മകുമാർ എന്ന ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അവിടെ തിരുത്തിയാണ് ദ്വാരപാലക ശില്പം കൊണ്ടുപോയത്. ആ തിരുത്തി അദ്ദേഹത്തിന്റെ ആ ലെറ്റർ പോലും അതിന്റെ ഫോറൻസിക് പരിശോധന നടത്തിയത് 3 ദിവസം മുമ്പാണ് നടത്താൻ വേണ്ടി പോയത്. അപ്പൊ എല്ലാം വൈകിക്കുകയാണ്. കാരണം ജാമ്യം കിട്ടിയവർ പുറത്തിറങ്ങിയാൽ പിന്നെ ഒരു തെളിവും ഉണ്ടാവില്ല. എല്ലാ തെളിവുകളും നശിപ്പിച്ച് അവസാനം ശബരിമല സ്വർണ്ണക്കൊള്ള എങ്ങും എത്താതെ അവസാനിപ്പിക്കാനുള്ള നീക്കമാണ്. അതിനെതിരായിട്ടുള്ള അതിശക്തമായ പ്രതിഷേധമാണ് UDF നിയമസഭയ്ക്കകത്തും പുറത്തും നടത്തുന്നത്. മന്ത്രിമാരുടെ വ്യാഖ്യാനങ്ങളെല്ലാം തെറ്റാണ്. ഏത് കോടതിയാണ് പ്രതിപക്ഷത്തെ വിമർശിച്ചത്? ശബരിമല വിഷയത്തിൽ കോടതി വിമർശിച്ചിട്ടുള്ളത് SIT ആണ്. SIT ഞങ്ങൾ പറഞ്ഞു, ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പ് കാലത്ത് മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങി അന്വേഷണം മരവിപ്പിച്ചു. സെയിം കാര്യം കോടതി പറഞ്ഞല്ലോ. ആ ഡേറ്റ് വെച്ചിട്ട് കോടതി പറഞ്ഞല്ലോ SIT അന്വേഷണത്തിൽ മന്ദതയുണ്ടായി എന്ന് കോടതി പറഞ്ഞു. SIT അന്വേഷണം മുമ്പോട്ട് പോകാത്തതുകൊണ്ടാണ്, സ്റ്റാറ്റ്യൂട്ടറി ജാമ്യം കുറ്റപത്രം കൊടുക്കാത്തതുകൊണ്ടാണ് ഇവർക്കെല്ലാവർക്കും കിട്ടുന്നതെന്ന് കോടതി ശക്തമായി നിരീക്ഷിച്ചല്ലോ. SIT അന്വേഷണത്തെ കോടതി തന്നെ വിമർശിച്ചല്ലോ. പിന്നെന്താണ് പ്രതിപക്ഷത്തിന് വിമർശനം? കോടതി പറഞ്ഞ കാര്യം തന്നെയാണ്, കേരള ഹൈക്കോടതി പറഞ്ഞ കാര്യം തന്നെയാണ് പ്രതിപക്ഷം പറഞ്ഞിട്ടുള്ളത്, അല്ലാതെ ഒന്നും പറഞ്ഞിട്ടില്ല. ഇന്നും വീണ്ടും വ്യവസായ മന്ത്രി, നിയമമന്ത്രി പറഞ്ഞു UDFന്റെ കാലത്തെ കുറിച്ചുള്ള അന്വേഷിച്ചോ. പക്ഷെ അന്നത്തെ കുറിച്ച് ഹൈക്കോടതി തന്നെ വിധിയുണ്ട്. ഹൈക്കോടതിയുടെ പ്രതിനിധിയായ അഡ്വക്കേറ്റ് കമ്മീഷണറുടെ സാന്നിധ്യത്തിലാണ് ചരിത്രപരമായി അവിടെ നടക്കുന്ന കാര്യം ആ വാജിവാഹനം കൈമാറിയത് ശരിയാണ് എന്നുള്ള കോടതി വിധി, ഹൈക്കോടതിയുടെ നിരീക്ഷണമുണ്ട്. അഡ്വക്കേറ്റ് കമ്മീഷണറെ, അതിനെല്ലാം ചുമതല വഹിച്ച അഡ്വക്കേറ്റ് കമ്മീഷണറെ കോടതി അഭിനന്ദിച്ചിട്ടുമുണ്ട്. ആ ജഡ്ജ്മെന്റ് എല്ലാം നമ്മുടെ കയ്യിലുണ്ട്. ഇവിടെ എന്താ പ്രശ്നം? 2019 CPM കേരളം ഭരിക്കുമ്പോൾ ദേവസ്വം വകുപ്പ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രനായിരുന്നു. അവിടെ CPMന്റെ നേതൃത്വത്തിലുള്ള ദേവസ്വം ബോർഡിന്റെ അനുമതിയോട് കൂടിയാണ് ഈ സ്വർണ്ണക്കൊള്ള നടന്നത്. സംശയമില്ലല്ലോ. വീണ്ടും 2024 ഒന്നുകൂടി സ്വർണ്ണക്കൊള്ള നടത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തി. കോടതി എന്താ പറഞ്ഞത്? ഫേക്ക് അർജൻസി ഉണ്ടാക്കി. ഒന്നുകൂടി പോയി. അപ്പൊ 1 മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ, 2 ഇപ്പോഴത്തെ മന്ത്രി വാസവൻ, അതുപോലെ ദേവസ്വം ബോർഡ് പഴയ പ്രസിഡന്റുമാര്, ഇപ്പൊ പിരിഞ്ഞുപോയ പ്രസിഡന്റ്, ഇവർക്കെല്ലാം ഈ സ്വർണ്ണക്കൊള്ളയിൽ പങ്കുണ്ട്. 3 പ്രധാനപ്പെട്ട നേതാക്കൾ സ്വർണ്ണക്കൊള്ള കേസിൽ അറസ്റ്റിലായി ജയിലിൽ പോയിട്ടും അവർക്കെതിരായി അച്ചടക്ക നടപടി പോലും എടുക്കാത്ത പാർട്ടിയാണ് CPM. എന്താ അതിന്റെ മെസ്സേജ്? അച്ചടക്ക നടപടി എടുത്താൽ അവര് മന്ത്രിമാരടക്കമുള്ള നേതാക്കളുടെ പേര് പറയുമെന്നുള്ള ഭയമാണ്. അപ്പൊ CPMന് ഈ സ്വർണ്ണക്കൊള്ളയിൽ പങ്കുണ്ട്. മന്ത്രിമാര് നിരന്തരമായി നിയമസഭയിൽ മൈക്ക് കിട്ടുമ്പോൾ ശ്രീമതി സോണിയാഗാന്ധിയെയും ശ്രീമതി പ്രിയങ്ക ഗാന്ധിയെയും അവരെ അപമാനിക്കുകയാണ്. ഇന്ന് മന്ത്രി MB രാജേഷ് തൊഴിലുറപ്പ് നിയമത്തിലെ ഭേദഗതി വരുത്തിക്കഴിഞ്ഞതിന് ശേഷം പ്രിയങ്ക ഗാന്ധി നരേന്ദ്രമോദിയുടെ കൂടെ ചായ കുടിക്കാൻ പോയെന്ന് പറഞ്ഞു. എന്ത് വില കുറഞ്ഞ നിലവാരം കെട്ട ആരോപണമാണ്. അത് പറഞ്ഞത് ആരാണ്? രാജേഷ്. ഡൽഹിയിലൊരു മന്ത്രി ഉണ്ടായിരുന്നു, ഹിമാചലിൽ നിന്നുള്ള ഒരു മന്ത്രി, കേന്ദ്രമന്ത്രി അനുരാഗ് ഠാക്കൂർ. ഈ അനുരാഗ് ഠാക്കൂർ വർഗഹത്യക്ക് ആഹ്വാനം ചെയ്ത ആളാണ്. ഡൽഹി കലാപത്തിൽ വംശഹത്യക്ക് ആഹ്വാനം ചെയ്ത ആളാണ് അനുരാഗ് ഠാക്കൂർ. അനുരാഗ് ഠാക്കൂറിനുമായിട്ട് ഞാൻ ഭയങ്കര സൌഹൃദമാണ്
എന്ന് പറഞ്ഞ് ഫേസ്ബുക്കിൽ ഈ എം പി രാജേഷ് ആഘോഷിച്ച പടമാണ്. വംശഹത്യയ്ക്ക് ആഹ്വാനം ചെയ്ത കേന്ദ്രമന്ത്രിയുമായി എനിക്കുള്ള സൗഹൃദത്തിൽ ഞാൻ അഭിമാനിക്കുന്നു എന്ന് പറഞ്ഞ് ഫേസ്ബുക്ക് പോസ്റ്റ് ചെയ്ത ഈ മന്ത്രി നിലവാരമില്ലാതെ കോൺഗ്രസ് നേതാവ് പ്രിയങ്ക ഗാന്ധി പ്രധാനമന്ത്രിയുടെ കൂടെ ചായ കുടിക്കാൻ പോയി എന്ന് പരന്താണ രീതിയിൽ ആരോപണം ഉന്നയിച്ചു. മന്ത്രി ശിവൻകുട്ടിയും മറ്റു മന്ത്രിമാരും നിരന്തരമായി ശ്രീമതി സോണിയാഗാന്ധിയെ അധിക്ഷേപിക്കുക. ശ്രീമതി സോണിയാഗാന്ധിയെയും ശ്രീമതി പ്രിയങ്ക ഗാന്ധിയെയും നിരന്തരമായി അധിക്ഷേപിച്ച് ബിജെപിയുടെ ഗുഡ് ബുക്കിൽ കയറാനുള്ള ശ്രമമാണ്. ബിജെപി നേതൃത്വത്തെ സന്തോഷിപ്പിക്കാനുള്ള ശ്രമമാണ്. ബിജെപി വോട്ട് കിട്ടാനുള്ള തന്ത്രമാണ്. അല്ലെങ്കിൽ അവരെന്തിനാ ഇതിനകത്തേക്ക് വലിച്ചെടുക്കണം? കേരള നിയമസഭ പോലെ വളരെ ഗൌരവതരമായ ചർച്ചകൾ നടക്കുന്ന ഒരു നിയമസഭയിൽ ശ്രീമതി സോണിയാഗാന്ധിയെയും ശ്രീമതി പ്രിയങ്ക ഗാന്ധിയെയും അപമാനിച്ചുകൊണ്ട് മന്ത്രിമാർ സംസാരിച്ചതിലുള്ള അതിശക്തമായ പ്രതിഷേധം ഞങ്ങൾ രേഖപ്പെടുത്തുന്നു. അവർക്കെതിരായിട്ട് ഞങ്ങൾ നിരന്തരമായി ഇനി പ്രചരണം നടത്തും. ഈ മന്ത്രിമാർക്കെതിരായിട്ട് അവർ നടത്തുന്നത് നിലവാരമില്ലാത്ത തരംതാണ പ്രചരണമാണ് അവർ നടത്തുന്നത്. ഒരിക്കലും പറയാൻ പാടില്ലാത്ത കാര്യം. എന്നിട്ടാണ് അനുരാഗ് ഠാക്കൂറിന്റെ കൂടെ സൗഹൃദം ആഘോഷിക്കുക. പ്രിയങ്ക ഗാന്ധി ചായ കുടിക്കാൻ പോയെന്ന് പറയാം. ഇതൊക്കെ ഒന്ന് അവസാനിപ്പിച്ചേക്കണം. ഈ സമരം ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും, ഒരു സംശയമില്ല. കാരണം ശബരിമലയിലെ ധർമ്മശാസ്താവിന്റെ സ്വർണം കൊള്ള ചെയ്ത കേസാണ്. CPM അതിന് കൂട്ടുനിന്നാണ്. മന്ത്രിക്കും മുൻമന്ത്രിക്കും എല്ലാം പങ്കുണ്ട്. അത് തെളിയുന്നതുവരെ, അവരെല്ലാം അരിക്കകത്താകുന്നതുവരെ ഞങ്ങൾ ഈ സമരവുമായി മുമ്പോട്ട് പോകും. നിയമസഭയ്ക്ക് അകത്തും പുറത്തും ഞങ്ങൾ ഈ സമരം നടത്തും. അതാണ് ഞങ്ങളുടെ നിലപാട്.